നമുക്കിന്നൊരു വൈറ്റമിൻ സി സിറം വീട്ടിൽ ഉണ്ടാക്കിയാലോ? ഇതെന്ന് പറയുന്നത് ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വൈറ്റമിൻ സി സിറം ആണ്. നമ്മൾ ഹോം മെയ്ഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് കേടായി പോവല്ലേ? മാക്സിമം ഒരു 2 മുതൽ 3 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ വൈറ്റമിൻ സി സിറം അങ്ങനെയല്ല. ഇത് 3 മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാര്യം ഇതിലെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതും അതുപോലത്തെ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടാകത്തില്ല. അത് മാത്രമല്ല, നമുക്ക് വൈറ്റമിൻ സിയുടെ ഗുണങ്ങളായ മുഖത്തെ കറുത്ത പാടുകൾ മാറ്റുകയും സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് 2 ഓറഞ്ചിന്റെ തൊലിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഓറഞ്ചിന്റെ തൊലിയെ നമ്മൾ ഒരു 24 മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി ഓറഞ്ച് തൊലിയാണിത്. നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലായിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ലീൻ ആക്കി വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു ജാർ എടുക്കുക. നന്നായിട്ട് അടിച്ച് പൗഡർ ഫോമിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് തൊലിയുടെ ഗുണങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് വൈറ്റമിൻ സി റിച്ച് ആണ്. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്കും ചുളിവുകൾക്കും അതുപോലെ തന്നെ സ്കിന്നെ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ജാറിലേക്ക് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഓറഞ്ച് പീലിന്റെ എടുത്ത ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പാലിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ അതിന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഈ ഓറഞ്ച് പീല് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓയിൽ ഡിഫ്യൂസർ ആണ്. അപ്പോൾ നമ്മൾ കരിയർ ഓയിലായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ചൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് സ്കിന്നിന്റെ കാര്യത്തിൽ ജോജോബ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും കറുത്ത പാടുകൾ മാറ്റാനും സ്കിന്നെ കൂടുതൽ ക്ലിയർ ആയിട്ട് നിലനിർത്താനും സഹായിക്കുന്ന, അതുപോലെ ഏജിങ് സ്പോട്ട് ഏജിങ്ങിനൊക്കെ കാരണമായ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറ്റാനും അങ്ങനെ ഓവറോൾ സ്കിന്നുണ്ടാകുന്ന എല്ലാ മെയിൻ ഇഷ്യൂസിൽ നിന്നും നിങ്ങളെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോബ ഓയിൽ ശരിക്കും ബെസ്റ്റ് ആണ്. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് ചൂടാക്കണം ഇതിനെ. എന്നാൽ ഒരുപാട് ചൂടായി പോകാനും പാടില്ല കേട്ടോ. അത് നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂൺ ഓഫ് ഓറഞ്ച് പീൽ പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു 24 മണിക്കൂർ, അതായത് ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഓറഞ്ച് പീലിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ജോജോബ ഓയിലിലേക്ക് ട്രാൻസ്ഫർ ആകും. എന്നിട്ട് മാത്രം നമ്മൾ ഇതിനെ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം നമ്മൾ എടുത്തു. ജോജോബ ഓയിലിന്റെ കളർ എന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ കളറാണ്. അപ്പൊ നിങ്ങൾ ഓയിൽ ഒഴിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഈ ഓയിലിന്റെ കളർ നിങ്ങൾ ശരിക്കും ഞെട്ടിക്കും കേട്ടോ. ശരിക്കും നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓറഞ്ച് പീലിലുള്ള എല്ലാ ഗുണങ്ങളും ഈ ഓയിലിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് പീലിന്റെ നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതും അതുപോലെ ജോജോബ ഓയിലിന്റെ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ചേർന്ന് ഒരു അമേസിംഗ് ആയിട്ടുള്ള വൈറ്റമിൻ സി റിച്ച് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കിന്നെ കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓഫ് ഗ്ലിസറിൻ, പിന്നെ 2 വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂളും കൂടെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ എല്ലാ ഇൻഗ്രീഡിയന്റും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ആ ഓയിലിന്റെ ടെക്സ്ചർ മാറിയിട്ട് ശരിക്കും ഒരു ക്രീമി ഓറഞ്ച് ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ട്. അലോവേര ജെൽ ശരിക്കും തിക്ക് പേസ്റ്റ് ആയിട്ട് സൈഡിലുണ്ട്. അതിനെ മാറ്റി നമ്മൾ ആ സിറത്തെ മാത്രം നമ്മളൊരു കുഞ്ഞു ബോട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന അതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്രീമായിട്ട് വൈറ്റമിൻ സി സിറത്തിന്റെ ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും ശരിക്കും ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇതിലായിരിക്കും കൂടുതലും വൈറ്റമിൻ സിയുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ, ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ പോലുള്ളതൊക്കെ മാറ്റാനും സ്കിന്നെ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും വൈറ്റമിൻ സി സിറം ഹെൽപ്പ് ചെയ്യും. എങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആകാനും, ഒരു മോയ്സ്ചറൈസറിന് എല്ലാ പ്രോപ്പർട്ടീസ് അടങ്ങിയതായിരിക്കും. നേരത്തെ പറഞ്ഞ അലോവേര ജെല്ല് കൂടെ മിക്സ് ചെയ്ത് കിട്ടിയ ഒരു ക്രീമിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അത് ഏകദേശം ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാം. വളരെ നല്ല ബെനിഫിറ്റ്സ് നിങ്ങളുടെ സ്കിന്നിന് കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ see you.